പ്രിയമുള്ളവരെ, മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ കനകക്കുന്നിലെ രണ്ടാം ശനി ആചരണം 13/6/2026 കാലത്ത് 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4:30 വരെ ജപമാല, സ്തുതി ആരാധന, വിശുദ്ധ കുർബാന, നേർച്ച ഭക്ഷണം, മരിയൻ പ്രഭാഷണം, ദിവ്യകാരുണ്യ ആരാധന. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് റവറൻഡ് സിസ്റ്റർ ഡോക്ടർ കാർമൽ CMC ആൻഡ് ടീം. എല്ലാവരെയും മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കനകക്കുന്നിലെ രണ്ടാം ശനി ആചരണം. അപ്പോൾ ഞാൻ കണ്ടത് കർത്താവിനെ അറസ്റ്റ് ചെയ്ത മുറി. കോണി ഇറങ്ങി ചെന്ന് നമ്മൾ ഒരു ഇരുണ്ട മുറി, ജനാലകളില്ല, ഒരു കൊച്ചു വാതിൽ മാത്രം. ഈ ഇരുണ്ട മുറിയിലെ ഒരു മൂലയില് ഈശോനെ അവർ ആദ്യം കൊണ്ടുപോയിട്ട് നമ്മൾ 3-ാമത്തെ ഭാഗത്തായത് കാണണം. കൊണ്ടുപോയിരുത്തുന്നു. മാതാവ് തോളറ്റം മുതൽ കാലറ്റം വരെ തയ്ച്ച മാതാവിന്റെ വസ്ത്രം, മാതാവ് തയ്ച്ചു കൊടുത്ത വസ്ത്രം ഈശോയുടെ പറിച്ചു കളഞ്ഞിട്ട് അവരുടെ ചുമന്ന പുറം കുപ്പായം ഈശോനെ ധരിപ്പിക്കുന്നു. കയ്യിലൊരു ഞാങ്ങണം കൊടുക്കുന്നു. കൂർത്തുമൂർത്ത മുള്ളുകൾ കൊണ്ടുള്ള കിരീടം ശിരസിൽ ആഞ്ഞു തറയ്ക്കുന്നു. അവർ വീണ്ടും പോയി മദ്യം കുടിക്കുന്നു. മദ്യം കുടിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും വന്ന് മുട്ടുകുത്തി രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് പരിഹസിച്ച് ആർത്ത് ചിരിക്കുന്നു. വീണ്ടും കയ്യിൽ കൊടുത്ത ഞാങ്ങണം മേടിച്ച് തലയിലെ മുൾക്കിരീടത്തിൽ 5-6 അടിയടിക്കുന്നു. മദ്യം കുടിച്ചവർക്ക് മുന്നിലിരിക്കേണ്ട ആരാന്നറിയില്ല. അതിനുശേഷം വീണ്ടും ചോരയിൽ വാർന്ന ആ ചുമന്ന പുറം കുപ്പായം വലിച്ചെറിഞ്ഞ് അവരെ വീണ്ടും മാതാവ് തയ്ച്ചു കൊടുത്ത ആ നെയ്ത വസ്ത്രം ധരിപ്പിക്കുന്നു. നമ്മളത് കാണാം. 3-ാമത്തെ ഭാഗത്തെത്തുമ്പോൾ ആ പടയാളികളിലൊന്ന് ഞാനാണ്. ഏത് കാര്യമാണ്, എന്താണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്, പാപത്തിന്റെ സുഖം ഏതാണ് ഞാൻ മാറ്റിക്കളയേണ്ടത്? നമ്മൾ തീർത്തും ഒരു മാനസാന്തരം, ഒരു വിടുതലാണ് നമുക്കിവിടെ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, കുറെ പേര് വിളിച്ചു, അവരുടെ ക്യാൻസർ മാറി, അവിടെ കണ്ണിലെ തിമിരം മാറി, ഓപ്പറേഷൻ വേണ്ട, യൂട്രസ് എടുത്തു കളയണ്ട, ഇങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ ഏറ്റവും ഇത് വിശുദ്ധ ബൈബിൾ നീ ധ്യാനിക്കുക. വിശുദ്ധ ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ, സമറിയക്കാരി സ്ത്രീ, കിണറ്റിൻകരയിൽ ഈശോ കാത്തിരിക്കുന്നത്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അതൊറ്റയ്ക്ക് നിൽക്കുന്നു, മർത്ത മറിയം കാൽക്കലിരിക്കുന്നു, അത് നീയാകട്ടെ കാൽക്കലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിശുദ്ധ ബൈബിൾ ഒരു ധ്യാന വിഷയമാക്കണം. വിശുദ്ധ ബൈബിളിനോട് നമുക്ക് അഭേദ്യമായ ഒരു സ്നേഹം തോന്നണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം സിസ്റ്റർ പറഞ്ഞ ഈ ബൈബിൾ ധ്യാനം മനസ്സിലായി എന്നുള്ളവരെ ഒന്ന് വലത് കരം വയ്ക്കുകയും കൈവീശി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേ. ഈ പുസ്തകം അവിടെ വെച്ചിട്ടൊന്ന് എഴുന്നേറ്റ് നമ്മളൊരു സ്തുതിപ്പ് നടത്തിയിട്ടില്ല. വന്നേ പിന്നെ